ആവർത്തന പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 13 മുതൽ ഉള്ള വാക്യങ്ങളാണ് വായിച്ചത്. 22-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ, എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. അങ്ങനെയാണ് പറഞ്ഞത്. 20-ാം വാക്യത്തിൻ്റെ അവസാനം കൂടെ വായിക്കുന്നു. സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസ്സോടുകൂടെ ഇരിക്കണം. ഇംഗ്ലീഷിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പരിഭാഷയിലാണ് എൻ്റെ സഹോദരൻ വായിച്ചത്. Your days and the days of your children may be multiplied. നമുക്ക് ഇഷ്ടമുള്ള വാചകമായില്ലയോ? Your days and the days of your children may be multiplied in the land which the Lord swore to your fathers to give them. അടുത്ത വാചകം, like the days of heaven above the earth. King Jamesൽ days of heaven upon earth. ഭൂമിയിൽ സ്വർഗതുല്യമായ ജീവിതം ദൈവത്തിൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്യും. അബണ്ടന്റ് ലൈഫ്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. നമ്മുടെ തീം അതാണല്ലോ, നിറഞ്ഞു കവിയുന്ന ജീവിതം. മുഴുവനായി ദൈവത്തിൻ്റെ അനുഭവങ്ങൾ, ദൈവം നമുക്ക് വച്ചിരിക്കുന്ന അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം, ഫുൾ ഓർഡ് ക്രിസ്ത്യൻ ലൈഫ്. അത് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യും. അത് അനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. കർത്താവെ, ദൈവവചനത്തെ വിഭാഗിക്കാനടി എൻ്റെ ഹൃദയത്തിന് ശുദ്ധിയും അതരത്തിന് ശക്തിയും തന്നെയാണ്. കൂടി വന്നിരിക്കുന്ന നിന്റെ മക്കളെ അങ്ങ് പോഷിപ്പിച്ച് മടക്കി അയക്കണം. നല്ല ആരാധനയ്ക്കായ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ. യേശു മതി, നിന്റെ സ്നേഹം മതി. അത്രയും വരെ നല്ലതാണ്. ബാക്കി ചിന്തിച്ചോന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ ചിന്താവിഷയത്തിൻ്റെ ഒരു ഭാഗമാണ്. നിന്റെ ക്രൂശ് മതി, യേശു മതി. അടുത്തത് പറഞ്ഞു, നിന്റെ ഹിതം മതി. പറഞ്ഞ ഇനഫ്, നത്തിങ് മോർ. നിത്യജീവൻ മതി എനിക്ക്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലാണ് താഴോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അല്ല, അനുഗ്രഹിക്കപ്പെട്ട ഗാനമാണ്. ആവർത്തന പുസ്തകം, ബുക്ക് ഓഫ് ഡ്യൂട്ടറോണമി, ആ വാക്ക് പോലെ തന്നെ മോശ പുറപ്പാട് പുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ഓർപ്പിക്കുന്നതാണ്. ജനം വിടുവിക്കപ്പെട്ടു മിസ്രൈമിന്റെ ആ ചങ്ങലയിൽ നിന്ന്. അത് ദാറ്റ് വാസ് എ മിറക്കിൾ ഓഫ് ഗോഡ്. പുറപ്പാട് പുസ്തകം 11, 12, 13, 14 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവം ആ ജനത്തിന്റെ നടുവിൽ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എത്ര വലുതാണ്. അത് തന്നെ ഈ ദൈവജനത്തിന് വലിയ സന്തോഷം നൽകുന്നത്. മോശ അതിനെക്കുറിച്ച് ആവർത്തന പുസ്തകം 32 പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, 10ഉം 11 ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ കൂടുകൾ അനക്കി സൂക്ഷിക്കുന്നത് പോലെ തൻ്റെ ചിറകിൽ ഞങ്ങളെ വഹിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഗ്രേസ് ചില്ലറയില്ലായിരുന്നു, ധാരാളം അനുഭവിച്ചു. അപ്പോൾ അന്ന് വരെ അനുഭവിച്ചത് തന്നെ സാക്ഷിച്ചാൽ വളരെ അധികമുണ്ട്. ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും എന്ത് പകരം കൊടുക്കും എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഈ ജനത്തിന് പറയാൻ കഴിയും. പക്ഷെ ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയാമോ? there is much more. ഇതുവരെ അനുഭവിച്ചത് മാത്രമല്ല, there is much more. ആരോ ഒരാൾ പറഞ്ഞു, മിക്ക വിശ്വാസികൾക്കും they have enough religion to be uncomfortable in a booze party and not enough religion to be comfortable in a revival meeting. എന്തുമാത്രം ആത്മീയതയുണ്ട്! ഒരു തെറ്റായിട്ടുള്ള ക്രൗഡിന്റെ അവിടെ ചെന്നാൽ അൺകംഫർട്ടബിൾ, ഇവിടെ ഫിറ്റ് ചെയ്യുന്നില്ലെന്ന് അറിയാം.
ദുർനടപ്പുള്ളവരൊക്കെയാണ്. ഐ ഡോണ്ട് ബിലോങ് ഹിയർ. എന്നാൽ ആത്മീക സന്തോഷം അനുഭവിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ അവിടെ സന്തോഷിക്കാൻ ഒട്ടൊന്നും ഇല്ല. അപ്പോൾ എന്തുമാത്രം സ്പിരിച്വാലിറ്റി ഉണ്ട്, അല്പാൽപമൊക്കെ ഉണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ അന്ത്യകാലത്ത് നിലവിൽ വരുന്ന ലവോദിക്യ സഭയെ കുറിച്ച് പറഞ്ഞതുപോലെ ലൂക്ക് വോം സ്പിരിച്വൽ ലൈഫ്, ശീതോഷ്ണവാനായി ജീവിക്കുന്ന അനുഭവം നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നതാണ്. ഇത് വന്ന് ഭവിക്കരുത്. എബ്രായർ 4:1 എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞു, വാഗ്ദത്തം ചെയ്തത് ആ സ്വസ്ഥത പ്രാപിക്കാൻ, അത് ലഭിക്കാൻ ദൈവജനത്തിന് കഴിഞ്ഞില്ല. 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നമുക്കും അത് ഉപകാരപ്രദമാകാതെ വരരുത് എന്ന് പറഞ്ഞാൽ ദൈവം പ്രോമിസ് ചെയ്തത് പൊസസ് ചെയ്യാൻ കഴിയാതെ പോകരുത്. ഇന്നലെ ചിന്തിച്ചതുപോലെ ഈ സൈഡ് റോഡിലിരുന്ന് അല്ലെങ്കിൽ വേ സൈഡിലിരുന്ന് ജീവിതം പാഴാക്കുകയല്ല, യേശു കർത്താവിനോടുകൂടെ മെയിൻ സ്ട്രീമിൽ സഞ്ചരിക്കുവാനുള്ള കൃപ നമുക്ക് വരണം. അത് ഓർപ്പിക്കുന്നതാണ് മോശയുടെ ദൂതൻ. നഷ്ടപ്പെടുത്തരുത്. അതിന് എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ അത് അനുഭവിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. മോശ വളരെ ബ്രീഫായിട്ട് അവർക്ക് ഒരുക്കിയിരിക്കുന്ന ദേശം അവർക്കൊരു ഇൻഹെറിറ്റൻസ് ആയിരുന്നു. അബ്രാഹാമിനെ വിളിച്ചപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അബ്രാഹാമിനോട് പറഞ്ഞു, ഐ വിൽ ബ്ലെസ് യു, ഐ വിൽ മേക്ക് യു എ ബ്ലെസ്സിങ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു, ഐ വിൽ മേക്ക് യുവർ നെയിം ഗ്രേറ്റ്, നിന്റെ പേര് വലുതാണ്, ഞാൻ നിനക്ക് വലിയൊരു അവകാശം തരും, നിനക്കൊരു ഇൻഹെറിറ്റൻസ് തരും, നീ വിൽ ബിക്കം എ ഗ്രേറ്റ് നേഷൻ. അപ്പോൾ ഇത്രയും പ്രോമിസ് ചെയ്ത് ദൈവജനത്തിനുള്ളതായിരുന്നു. അത് കിട്ടാതെ പോകരുത്. നിത്യതയിൽ ചെല്ലുമ്പോഴേ ദൈവം തമ്പുരാൻ നമ്മളെ 2 ഗ്രാഫ് കാണിക്കുമെന്നാണ് ഞാൻ എൻ്റെ ഭാവനയിൽ ചിന്തിക്കും. പുസ്തകത്തിലുള്ളതല്ലേ. ഒന്ന്, ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി വെച്ചിരുന്ന അനുഗ്രഹത്തിന്റെ വഴി, അതിനോട് ചേർന്നൊരു ഗ്രാഫ് കൂടെ ഉണ്ട്, നമ്മൾ പോയ വഴി. സ്വർഗത്തിൽ കണ്ണുനീരുണ്ടോ തുടയ്ക്കുമെന്നാ പറയുന്നത്, അപ്പോൾ ഉണ്ടെന്ന് അതിൻ്റെ വിചാരം കിട്ടും. ഇതൊക്കെ കോൺട്രവേഴ്സ്യൽ പോയിന്റ്സാണ്. എങ്കിലും ദുഃഖമായി തീരുകയില്ലെങ്കിലും അയ്യോ ഇങ്ങനെ എല്ലാ സാധ്യത ഉണ്ടായിരുന്നല്ലോ, ഇനി അവിടം വരെ പോകണ്ട. ജീവിതത്തിന്റെ ഏകദേശം അവസാനമാകുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ I could have enjoyed Christian life much more. കൂടുതൽ അനുഭവിക്കാമായിരുന്നല്ലോ, കൂടുതൽ സന്തോഷിക്കാമായിരുന്നല്ലോ, കൂടുതൽ കൃപ ലഭിക്കാമായിരുന്നല്ലോ, കൂടുതൽ അനുഗ്രഹം പ്രാപിക്കാമായിരുന്നല്ലോ, കൂടുതൽ ശക്തിയോടെ ജീവിക്കാമായിരുന്നല്ലോ. അങ്ങനെ വരരുത്. അത് വരാതിരിക്കാൻ വേണ്ടി ദൈവജനമായ ഇസ്രയേലിനോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് സംഭവിക്കല്ലേ, അതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. എന്നാൽ അത് ഓർക്കണമെന്ന് പറയുന്നതിന് മുമ്പേ ഈ അനുഗ്രഹം എന്താണെന്ന് ഫിസിക്കലായിട്ടൊന്ന് ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുന്നു. 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് തരുന്ന നല്ല ദേശം. For it is heaven's gift. The land which I give you. ആര് തരുന്നു എന്നുള്ളത് ആ ഗിഫ്റ്റിന്റെ വില കൂട്ടുമില്ലയോ? ഒരു രാജ്യത്തിന്റെ അധിപതി അല്ലെങ്കിൽ രാജാവ് ഒരു ഗിഫ്റ്റ് തരുമ്പോൾ രാജാവിന് യോജിച്ചതുപോലെയാണ്. അപ്പോൾ ദൈവജനത്തോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശം. So it is heaven's gift. അതുകൊണ്ട് തന്നെയാണ് നല്ല ദേശം എന്ന് 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. ഇറ്റ്സ് ഗുഡ് ലാൻഡ്. തമ്പുരാന്റെ കയ്യിൽ നിന്ന് വീണ് കിട്ടുന്നതെല്ലാം നല്ലതാണ്. നല്ലതെന്നല്ല, ദ ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും. അപ്പോൾ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. അത് മാത്രമല്ല, മലകളും താഴ്വരകളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് 11-ാമത്തെ വാക്യം. ബ്യൂട്ടിഫുൾ. അതിന് തന്നെ അതിനകത്തൊരു സന്തോഷമുണ്ട്. മൊണോട്ടണസ് അല്ലെന്ന്. ക്രിസ്തീയ ജീവിതം മൊണോട്ടണസ് ആയിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലാണോ എന്ന് സംശയിക്കണം. ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ് ലൈഫ്. Every day with Jesus is sweeter than the day before.
അപ്പോൾ ജീവിതത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിലുള്ള ജീവിതം ഉണ്ടല്ലോ, വളരെ സന്തുഷ്ടമായ ഒരു ജീവിതം. നല്ല ദേശം, മലകളും താഴ്വരകളും ഉള്ള ദേശമാണ് ഇത്. ഇറ്റ്സ് നോട്ട് ഓൺലി ഹെവൻസ് ഗിഫ്റ്റ്, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് വിച്ച് ഹെവൻ കെയർസ് ഫോർ. സ്വർഗം കരുതുന്നതാണ്. അങ്ങനെയാണ് നാം വായിക്കുന്നത്. ആകാശത്ത് നിന്ന് പെയ്യുന്ന മഴ കുടിക്കുന്നതാണ്. 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആകാശത്ത് നിന്നുള്ള വെള്ളം, മഴ അനുഭവിക്കുന്ന ദേശം, ഭൂമി ഫലവും കൊടുക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിന്റെ ഒരു കരുതൽ ഇതിന്റെ പിന്നിലുണ്ട്. മുൻമഴയും പിന്മഴയും എന്നോ പറഞ്ഞിട്ടുണ്ട്. ഫോർമർ റെയിൻ ആൻഡ് ലാറ്റർ റെയിൻ. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചോളം ഈ രണ്ട് കാര്യം കൂടെ കേട്ട് കഴിഞ്ഞാൽ അവൻ സംതൃപ്തനാണ്. അത് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ആങ്സൈറ്റി. എന്നാലൊന്ന് ഓർത്ത് നോക്കിയ, ഒരു കൃഷിക്കാരന് നല്ല ഉറപ്പുണ്ട്. കൃഷി ഇറക്കുന്നതിന് മുമ്പേ ഒരു ഉറപ്പുണ്ട്. ഞാൻ കൃഷി ഇറങ്ങിക്കഴിഞ്ഞാൽ മുൻമഴയുണ്ടാകും, പിന്മഴയുണ്ടാകും. ഉറപ്പുണ്ടെങ്കിൽ എന്ത് സന്തോഷമാണ്. അപ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. when you live like that, അങ്ങനെ ജീവിക്കുമ്പോൾ മുൻമഴയുണ്ട്, പിന്മഴയുണ്ട്. former rain and latter rain. അപ്പോൾ it is heaven's gift and a gift under heaven's care. അത് മാത്രമല്ല, heaven protected ആണ്. ഇനി കൂടുതൽ എന്തോ വേണം? 12-ാമത്തെ വാക്യം നോക്കിയാൽ, ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ. ഇന്നത്തെ ഭാഷ ഞാൻ പറഞ്ഞേക്കാം, 24/7 ദൈവത്തിന്റെ പ്രൊട്ടക്ഷനുണ്ട്. എന്തോ പ്രൊട്ടക്ഷനാ? ഈ ഇവിടെ ഈ സെക്യൂരിറ്റി ഒക്കെ വരയ്ക്കുമ്പോൾ പല സ്ഥലത്ത് ഈ കണ്ണിന്റെ പടം വരച്ചു, അണ്ടർ വാച്ച് എന്നതിന്റെ അർത്ഥം. ഇതിവിടെ വരയ്ക്കാനൊക്കത്തില്ല, കാരണം തമ്പുരാന്റെ കണ്ണാണ്. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി എവിടെ ഇരിക്കുമെന്ന? അതിൻ്റെ മേലിരിക്കുമെന്ന. ഈ ഭാഗം കോട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ മിസ്കോട്ട് ചെയ്യാറുണ്ട്. എൻ്റെ മേലിരിക്കുമെന്നൊക്കെ അറിയാതെന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല. തമ്പുരാൻ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന്റെ പേരിൽ ദൈവത്തിന്റെ ദൃഷ്ടി ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ. That is living in God's will. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ അങ്ങനെ ദൈവം ഒരുക്കിയ ദേശത്ത് വാർക്കാനൊക്കെ തുടരും. So when you are living in God's will, you have 24/7 protection. അതുകൊണ്ടാണല്ലോ ഈ സിംഹക്കുഴിയിൽ പോയാലും തമ്പുരാന്റെ കാവലോടുണ്ട്. എരിയുന്ന തീച്ചൂളയിൽ പോയാലും യഹോവയുടെ ദൃഷ്ടി അതിൻ്റെ മേലുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ഗിഫ്റ്റാണ്, ദൈവം കരുതുന്നതാണ്. അത് മാത്രമല്ല, ദൈവം സൂക്ഷിക്കുന്നതാണ്. ടോട്ടൽ സെക്യൂരിറ്റി, കണ്ടിന്യൂസ് സെക്യൂരിറ്റി, പെർഫെക്റ്റ് സെക്യൂരിറ്റി. അപ്പോൾ ഇത്ര വലിയൊരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. പുതിയ നിയമഭാഷയിൽ ഞാൻ പറയട്ടെ, നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം, ഫലവത്തായ ഒരു ജീവിതം. യോഹന്നാൻ 10:10 പറഞ്ഞിരിക്കുന്നത് പോലെ, ഫ്രൂട്ട്ഫുൾ ലൈഫ്, അബണ്ടന്റ് ലൈഫ്, ഓവർഫ്ലോയിങ് ലൈഫ്. ഒരു ചെറിയ ഗ്ലിംസ് 1-ാം നൂറ്റാണ്ടിലെ സഭയിലുണ്ട്. അത് കഴിഞ്ഞപ്പോൾ മായം ചേർന്നു. അവർ പ്രാർത്ഥിച്ചാൽ ജനം പെരുകും, പ്രസംഗിച്ചാൽ വിശ്വാസികൾ വർദ്ധിക്കും. ഇനി ഇവരെ പീഡിപ്പിച്ചാലും വിശ്വാസികൾ വർദ്ധിക്കും. സഭയെ പ്രശ്നം വന്നാലോ? അപ്പോസ്തലപ്രവൃത്തി 6 പോയി വായിച്ചു നോക്കണേ. കംപ്ലൈന്റ് എല്ലാം കഴിഞ്ഞ് സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചെന്നാണ് പറഞ്ഞു. അപ്പോൾ അതൊരു ജീവിതമാണല്ലോ. പ്രാർത്ഥിച്ചാൽ വർദ്ധിക്കും, പ്രസംഗിച്ചാൽ വർദ്ധിക്കും, പീഡിപ്പിച്ചാൽ വർദ്ധിക്കും, പ്രശ്നം വന്നാലും വർദ്ധിക്കും. അപ്പോൾ ഞാൻ അതിനൊരു വാക്ക് കൊടുക്കാം, സൂപ്പർ നാച്ചുറൽ ലിവിങ്. സാധാരണ ജീവിതമല്ല, സൂപ്പർ നാച്ചുറൽ ലിവിങ്. ഇതിനെ വിളിക്കപ്പെട്ടവരാണ് നാം. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, അവർ സാധാരണ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ജനം അമ്പരന്നു. ഇവർക്ക് എങ്ങനെ ഇത് ചെയ്യാനൊക്കും? ഓർഡിനറി പീപ്പിൾ ലിവിങ് ഇൻ ആൻ എക്സ്ട്രാ ഓർഡിനറി വേ. ക്രിസ്തീയ ജീവിതം അങ്ങനെയുള്ളൊരു ജീവിതമാണ്. ആ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. മോശെ അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നല്ല ദേശം ഒരുക്കിയിരിക്കുന്നു. ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ് നഷ്ടപ്പെടുത്തരുതേ. വെളിപ്പാട് പുസ്തകം 3 പറഞ്ഞിരിക്കുന്നത് പോലെ, നിനക്കുള്ള കിരീടം ആരും എടുത്തു കളയാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം.
Many people who have lost their crown, God has given them wonderful privileges, but they have lost it on the way. നമ്മുടെ ജീവിതം ചരിത്രം എഴുതുമ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്തിയവൻ എന്നോ നഷ്ടപ്പെടുത്തിയവളെന്നോ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാത്തൊരു വ്യക്തിയെന്നോ ഒരിക്കലും പറയാൻ ഇടവരരുത്. അതിന് ഈ വേദഭാഗം ഇടയാകും. 17-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, നാം ജീവിക്കേണ്ടതുപോലെ ജീവിക്കാതെ ഇരുന്നാൽ ദൈവം നിങ്ങൾക്ക് തരുന്ന നല്ല ദേശത്ത് നശിച്ചു പോവുക. പെരിഷ് ഇൻ ദ ഗുഡ് ലാൻഡ്. പാരഡോക്സ് ആണ്. നല്ല ദേശത്ത് പട്ടുപോവുക. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതൊരു പാരഡോക്സ് ആണെങ്കിലും അനേക ജീവിതത്തിൽ അനേക കുടുംബങ്ങളിൽ ഇത് ട്രൂ ആണ്. ശരിയില്ലയോ? ദൈവം അവർ കൊടുത്ത അനുഗ്രഹത്തിന്റെ നടുവിൽ അവർ നശിച്ചുപോയി. അത് ഈ ജനത്തിന് വന്ന് സംഭവിക്കരുത്. ഈ ജനത്തിനും പിൽക്കാലങ്ങളിൽ വന്നു. അപ്പോൾ ഇന്ന് രാത്രി ദൈവം നമ്മോട് പറയുന്നൊരു ദൂതുണ്ട്. God has wonderful blessings prepared for you. അത് സ്വർഗത്തിൻ്റെതാണ്. സ്വർഗം കരുതുന്നതാണ്. സ്വർഗം സൂക്ഷിക്കുന്നതാണ്. അത് മുഴുവൻ നമുക്ക് എൻജോയ് ചെയ്യണം. എൻ്റെ ഫാദർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, യഹോവ ഭക്തന് ഭൂമിയിൽ കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തരണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല, ഒരപാകതയുമില്ല. ഐശ്വര്യവും സമ്പത്തും അല്ല ചോദിച്ചത്. സ്വർഗീയമായ സകല അനുഗ്രഹങ്ങൾ ആ പാക്കേജിനകത്ത് എന്തെല്ലാം ഉണ്ടോ, ഒരു ഭക്തന് ഭൂമിയിൽ കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തരണേ കർത്താവേ. അതാണ് മോശ പറയുന്നത്. അത് അനുഭവിപ്പാൻ എന്ത് ചെയ്യണം? 3 കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലിവ് എ ലൈഫ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസ ജീവിതം നയിക്കണം. 2, ലിവ് എ ലൈഫ് ഓഫ് ഡിവോഷൻ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ജീവിക്കണം. 3, ലിവ് എ കോൺസിക്രേറ്റഡ് ലൈഫ്. സമർപ്പണമുള്ളൊരു ജീവിതം ജീവിക്കണം. ഈ 3 കാര്യമാണ് ഇത്രയും വാക്യങ്ങളിൽ ഈ അധ്യായത്തിൽ മുഴുവൻ മോശ പ്രതിപാദിക്കുന്നത്. വിശ്വാസത്തോടുകൂടെ ജീവിക്കണം, ദൈവത്തോടുള്ള സ്നേഹത്തിൽ ജീവിക്കണം, പൂർണ്ണ സമർപ്പണത്തിൽ ജീവിക്കണം. നമുക്ക് ഓരോന്നായി നോക്കാം. 24-ാം വാക്യം ഒന്ന് നോക്കിക്കാട്ടെ. ലിവ് എ ലൈഫ് ഓഫ് ഫെയ്ത്ത്. അവിടെ പറഞ്ഞു, ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെ നിങ്ങൾക്ക് കിട്ടും. പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവകാശമാകണമെങ്കിൽ ചവിട്ടണം, പൊസസ് ചെയ്യണം. ഇത് ദൈവം ഒരുക്കിയിട്ടുള്ളത് നമുക്കൊരു ചുമതലയുണ്ട് അവകാശമാക്കാൻ. കർത്താവ് വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുക. ഹെറിറ്റേജ് രക്ഷ വെച്ച് നീട്ടിയതുപോലെ തന്നെ ദൈവികമായ അനുഗ്രഹങ്ങളും ദൈവികമായ കൃപകളും ദൈവികമായ വരങ്ങളും സമൃദ്ധിയായ ജീവനും തമ്പുരാൻ ദിനതോറും വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാം എന്ത് ചെയ്യണം? വിശ്വാസത്തിന്റെ കരം നീട്ടി കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് കർത്താവെ സ്വീകരിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ, ആസ് യു ഹാവ് റിസീവ്ഡ് ക്രൈസ്റ്റ് വാക്ക് ഇൻ ഹിം. കർത്താവിനെ എങ്ങനെ സ്വീകരിച്ചത്? ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചതുപോലെ അവനിൽ നടപ്പി. കർത്താവിനെ എങ്ങനെ സ്വീകരിച്ചത്? പ്രവൃത്തിയാലാണോ? അല്ല, വിശ്വസിച്ചു. ജസ്റ്റ് ബൈ ഫെയ്ത്ത്. പക്ഷേ പലപ്പോഴും നമ്മുടെ ജീവിതം എങ്ങനെയാണെന്നറിയാവോ? നമ്മൾ കർത്താവിനെ അങ്ങ് വിശ്വസിച്ച് സ്വീകരിച്ച് ഇനിയും ബാക്കി എല്ലാം അധ്വാനിച്ചാലേ ഒക്കത്തുള്ളെന്ന. ദൈവം പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം വെച്ചിട്ടുണ്ട്, ഉള്ളങ്കാൽ ചവിട്ടണം. Possess it by faith. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ സംശയങ്ങൾ, ഭയങ്ങൾ, അവിശ്വാസം ഇതെല്ലാം വരുന്നു. ഈ 3 കാര്യവും നമ്മളെ അനുഗ്രഹത്തിൽ നിന്ന് പിടിച്ചു നിർത്തും. ഡൗട്ട്, അൺബിലീഫ് ആൻഡ് ഫിയർ. ഇത് 3 പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകണം. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ സാധാരണ വിശ്വാസികളുടെ ചരിത്രം അവിടെ എഴുതിയിരിക്കുന്നു. നമ്മൾ ഓർക്കും ഹീറോസ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെല്ലാം സാധാരണ വിശ്വാസികളായിരുന്നു. രാഹാബിനെ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാരെയൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, യിഫ്താഹിനെയും അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അതിനകത്ത് നമ്മുടെ പേരും കൂടെ വെക്കാവുന്ന. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി. അതൊരു ജീവിതമാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഒഴിഞ്ഞുള്ളൊരു ജീവിതമല്ല,
ഇതിനെല്ലാം അതിജീവിക്കുന്ന ഒരു ജീവിതം. നമ്മുടെ പ്രാർത്ഥനയെല്ലാം എന്താണെന്നറിയാമോ? ഇതെല്ലാം ഒന്ന് മാറിപ്പോകണം. വഴി ക്ലിയർ. വഴി ക്ലിയർ ആയാൽ ഇപ്പൊ പറഞ്ഞ വാക്യം ആരെ കുറിച്ച് എഴുതാൻ ഒക്കൂ? ഇതിനെല്ലാം വഴിയിൽ നിർത്തിയെങ്കിലേ ഇതിനെ അതിജീവിച്ച വിശ്വാസത്താലുള്ള ഹീറോയിക് ലൈഫ്, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുമ്പിൽ വെളിവാക്കാൻ ഒക്കത്തുള്ളൂ. അതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശ്വാസത്താൽ പൊസസ് ചെയ്യണം. വിശ്വാസത്താൽ അത് പൊസസ് ചെയ്യണമെങ്കിൽ വിശ്വസിക്കുന്നവനെ അറിയണം. അറിയാത്തവനെ വിശ്വസിക്കാനൊക്കത്തില്ല. നമ്മുടെ വിശ്വാസത്തിന്റെ പരിമിതി വന്നതിന്റെ കാരണം അറിഞ്ഞ കർത്താവിനെ കൂടുതൽ അറിഞ്ഞിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായം 10 മുതൽ താഴോട്ട് വായിച്ചു നോക്കണം. അതിനകത്ത് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് എന്റെ കർത്താവിനെ അറിയണം. ഐ വാണ്ട് ടു നോ ഹിം. അറിയത്തില്ലയോ? 3-ാം സ്വർഗത്തോളം വരെ പോയി സ്വർഗീയ മർമ്മങ്ങളും സഭയെ കുറിച്ചുള്ള മർമ്മങ്ങളും, മിസ്റ്ററി അബൌട്ട് ദ ചർച്ച്, ഇതെല്ലാം അറിഞ്ഞൊരു മനുഷ്യൻ പറയുകയാണ്, എനിക്ക് കർത്താവിനെ അറിയണം. അദ്ദേഹത്തിന്റെ ദിനംതോറുമുള്ള ആഗ്രഹവും ദാഹവും എന്നാന്നറിയാം? ലോർഡ്, ഐ വാണ്ട് ടു നോ യു മോർ. വെൻ യു നോ ഹിം മോർ, യു വിൽ ഹാവ് മോർ ഫെയ്ത്ത് ഇൻ ഹിം. നമുക്കെല്ലാം അറിയാം, ഒരു മകൻ ഒരു ഉയരത്തിൽ നിന്ന് താഴോട്ട് ചാടണമെങ്കിൽ വീടിന് തീയെത്തിയതാണ്, അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. ആരെല്ലാം വന്നാലും അപ്പൻ താഴെ വന്ന് നിൽക്കുമ്പോൾ ചാടും. കാരണം എന്നാന്നറിയാം? ഹി നോസ് ഹിസ് ഫാദർ. അപ്പനെ അറിയാം. അപ്പോൾ വിശ്വാസത്തിൽ വർദ്ധിക്കണമെങ്കിൽ കർത്താവിനെ അറിയണം. കർത്താവിനെ അറിയണമെങ്കിൽ ദൈവത്തിന്റെ വചനം കേൾക്കണം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മാത്രമേ കൂടുതൽ വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ. We must know him. അത് മാത്രമല്ല, we must believe him and trust him. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കണം. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ വിശ്വസിക്കണം. എങ്ങനെ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കത്തുള്ളൂ. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എന്ത് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനായ C.H. സ്പർജൻ, അദ്ദേഹം പ്രസംഗകരിൽ പ്രഭുവാണെന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. സിൽവർ ടങ്. ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, ഇനി ഇംഗ്ലീഷ് പഠിക്കണമെന്നും ആത്മീയമായി ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നല്ല നല്ല പഴയ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഒന്ന് വായിച്ചാൽ മനോഹരമാണ്. ഞാൻ എത്രയും ഗിഫ്റ്റഡ് ആണെങ്കിലും അദ്ദേഹം പ്രസംഗിക്കാൻ കയറുമ്പോൾ ഒരു ഭയമാണ്. അദ്ദേഹം പോഡിയത്തിലോട്ട് കയറി വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അദ്ദേഹം പറയും, ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഗിഫ്റ്റൊന്നുമല്ല, കഴിവൊന്നുമല്ല, പ്രിപ്പയർ ചെയ്ത പ്രസംഗവുമല്ല. ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ മുന്നോട്ടുള്ള സൂപ്പർ നാച്ചുറൽ ലിവിങ്ങിന്റെ സീക്രട്ട് ദൈവത്തിലുള്ള ആശ്രയമാണ്. അങ്ങനെ മാത്രമേ നമുക്ക് മലകളെ നീക്കാൻ ഒക്കത്തുള്ളൂ. ഇന്നും എന്നും എല്ലാ കാലത്തും തമ്പുരാൻ പറഞ്ഞത് സത്യമാണ്. വിശ്വാസത്താൽ ആ മലയോട് പോകാൻ പറഞ്ഞാൽ അന്ന് നീങ്ങിയിട്ടുണ്ട്, ഇന്നും നീങ്ങിയിട്ടുണ്ട്. Faith moves. Faith moves mountain. Faith moves people. വിശ്വാസ ജീവിതത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ വിശ്വാസത്താൽ ഉള്ളിൽ പറയണം, കർത്താവ് എനിക്ക് വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തത്തില്ല. ദോഷശക്തികൾ എനിക്കുള്ള അനുഗ്രഹങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കത്തില്ല. I will not let the evil plunder God's inheritance from my life. അത് ദൈവത്തിൽ വിശ്വസിക്കുക. കർത്താവ് എനിക്ക് കഴിവില്ല, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ ആഗ്രഹിക്കുന്നത് മോശ അതാണ് പറഞ്ഞത്, അത് പൊസസ് ചെയ്യണോ? നിങ്ങൾ വിശ്വസിക്കണം. അബ്രഹാമിനോട് ചോദിച്ചേ മക്കളെ എങ്ങനെ കിട്ടി? അബ്രഹാം പറയും വിശ്വാസത്താൽ. യോശുവയോട് ചോദിച്ചേ എങ്ങനെയാണ് നീ ആ ദേശമൊക്കെ പൊസസ് ചെയ്തത്? യോശുവയ്ക്ക് നല്ല സന്തോഷത്തോടെ പറയാൻ കഴിയും. ഒറ്റുനോക്കാൻ എത്രയോ പേര് പോയവരൊക്കെ നിരാശയുടെ വാക്കുകളുമായിട്ടാണ് വന്നത്. എന്നാൽ യോശുവയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഈ ദേശം ദൈവം നമുക്ക് തരും. യാക്കോബിനോട് ചോദിച്ചു എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത്? ദൈവത്തിൽ നിന്നാണ്. ട്രസ്റ്റ് ഇൻ ദ ലോർഡ്
അപ്പോൾ ബ്ലെസ്സിങ് ആയാലും ഇൻഹെറിറ്റൻസ് ആയാലും മക്കളായാലും നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളായാലും ജീവിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, വിശ്വാസത്താൽ. അതുകൊണ്ട് രാത്രിയിൽ പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ദൈവം വിശ്വാസം ദാനമായി തരുന്നതാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. അങ്ങനെയാണല്ലോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതും ദൈവത്തിന്റെ ദാനമാണ്. ഇറ്റ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ്. എന്നാൽ അത് നാം സ്വീകരിക്കണം, ദൈവത്തിൽ നിന്ന് അത് പ്രാപിക്കണം. അതിൽ വളരണമെങ്കിൽ ദൈവത്തെ നാം കൂടുതൽ അറിയണം. ഇറ്റ് ഗ്രോസ് ബൈ ഹിയറിംഗ് ഗോഡ്സ് വേർഡ്. അത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകും. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പറഞ്ഞത്, എൻ്റെ നീതിമാൻ. 21-ാം നൂറ്റാണ്ടിൽ അമേരിക്കൻ ഐക്യനാട്ടിൽ പരദേശികളായി പാർക്കുന്നവർ വിശ്വാസത്താൽ ജീവിക്കും. നമുക്ക് ജീവിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നത്. ഏത് കാലത്തും അങ്ങനെയുള്ളവർ ജീവിക്കും. സാധാരണയുള്ളൊരു ചോദ്യമാണ്, ഈസ് ദെയർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? ഒരു മനുഷ്യൻ പറഞ്ഞു, അതിനേക്കാൾ സിഗ്നിഫിക്കന്റ് ആയിട്ടൊരു ചോദ്യം ഉണ്ടെന്ന് പറഞ്ഞു. ഈസ് ദെയർ ലൈഫ് ആഫ്റ്റർ ബർത്ത്? ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമുണ്ടോ? ജനിച്ചു കഴിഞ്ഞൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ ജീവിക്കാൻ ഒരു വഴിയേ ഉള്ളെന്ന് ഹബക്കൂക്ക് പറഞ്ഞത്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അതുകൊണ്ട് മോശെ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്കിതെല്ലാം അവകാശമാക്കി എടുക്കാൻ ഒരു വഴിയേ ഉള്ളൂ, possess it by faith. രണ്ടാമതായി മോശ പറഞ്ഞു, ലൈഫ് ഓഫ് ഡിവോഷൻ, ദൈവത്തോടുള്ള സ്നേഹം എന്തുമാത്രം ആവശ്യമാണ്. കർത്താവ് ഒരു ന്യായശാസ്ത്രിയോട് ചോദിച്ചു, എന്താ ദൈവവചനം പറയുന്നത്? നിത്യജീവനെ കുറിച്ച് നീ ചോദിച്ചല്ലോ, നിത്യജീവനെ അവകാശമാക്കാനൊക്കെ എന്ത് ചെയ്യും? നിന്റെ ദൈവമായ യഹോവ മനഃപാഠമായി പഠിച്ചു വെച്ചിരിക്കുന്ന, അല്പം ഞാനൊന്ന് ചിന്തിക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല, ഒട്ടനെ പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കണം. അപ്പോൾ ഈ ന്യായശാസ്ത്രിക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ അറിയായിരുന്നു. ക്രിസ്ത്യൻ ലൈഫ് or godliness is based on the love for God. ദൈവത്തോടുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ക്രിസ്തീയ ജീവിതം. ഈ സ്നേഹമില്ലാതെ എന്തെല്ലാം പ്രവൃത്തി ഉണ്ടായാലും ചടങ്ങുണ്ടായാലും തമ്പുരാനോട് സ്നേഹമില്ലെങ്കിൽ നിത്യജീവന്റെ അവകാശമില്ല. അവൻ നമ്മെ സ്നേഹിച്ചു, അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ ചോദ്യവും ഇതേ ഉള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നു? ഇന്ന് വഴി മാറിപ്പോയ ആരെങ്കിലും കർത്താവ് ഈ കോറിഡോറിൽ വെച്ചോ ഈ ഹാളിൽ വെച്ചോ എവിടെ വെച്ചെങ്കിലും കർത്താവ് നിങ്ങളെ കണ്ടുമുട്ടിയാൽ ഇന്നിപ്പോൾ കർത്താവ് ചോദിക്കാൻ പോകുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഡു യു റിയലി ലവ് മീ? പാടിയപ്പോൾ പാടി, എന്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുമില്ല, എന്റേതെല്ലാം നിനക്ക് മാത്രം. ഞാൻ പലപ്പോഴും ഒരല്പം ഹ്യൂമർ, ഇത്രയും ഭാഗമായിട്ട് മാത്രമാണ് കോളേജ് പിള്ളേർ അതങ്ങ് എടുത്തോളൂ. അതാ ഈ കോഴ്സ് മാത്രം. അതിന്റെ മുമ്പുള്ള ചരണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടൊക്കെ പാടാൻ നോക്കുന്നത്. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ. So God demands love. അപ്പോൾ നമ്മുടെ ജീവിതം സമൃദ്ധമായ ജീവിതമാകണമെങ്കിൽ, if you want to enjoy abundant Christian life, ഇന്ന് രാത്രി ഒരു ചോദ്യം ചോദിക്കണം, കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയിരിക്കും? ലവ് ഫോർ ഗോഡ് 1 to 10 സ്കെയിലിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ പേപ്പറിൽ പോലും കുറിക്കേണ്ട കേട്ടോ. കുറച്ചു നാൾ കഴിഞ്ഞ് പിള്ളേർ നോക്കിയിട്ട് ഹൃദയത്തിനകത്തൊന്ന് കുറിച്ചാൽ മതി. കർത്താവിനോടുള്ള സ്നേഹം 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ ഇന്ന് മാർക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഒരു സ്ത്രീയുടെ പേരോർക്കാൻ എനിക്ക് മറന്നുപോയി. മിഷണറിയായി ചൈനയിൽ ഒരുപാട് നാൾ ശുശ്രൂഷ ചെയ്തൊരു ഒരു സ്ത്രീയാണ്, കമ്മിറ്റ് ചെയ്തു. പക്ഷെ അവിടെ സ്നേഹിച്ച ഒരു മിലിറ്ററി ഓഫീസർ ഉണ്ടായിരുന്നു ഇംഗ്ലണ്ടിൽ. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ചൈനയിൽ വന്നു മീറ്റ് ചെയ്യാൻ, വിവാഹം കഴിക്കാനായിട്ട്. അവിടെ പതിവ് പോലെ എന്നെ വിവാഹം കഴിക്കുമോ എന്നുള്ള ചോദ്യം, കൺസെന്റിന് വേണ്ടി ചോദിക്കാൻ വന്നു.
പക്ഷെ കർത്താവുടെ ഉള്ളിൽ പറഞ്ഞു, അനാഥ കുഞ്ഞുങ്ങളെ ധാരാളം വളർത്തുന്ന ഒരു സ്ത്രീയാണ്. നിന്നെ കുറിച്ചുള്ള ആഗ്രഹം ഒരു കുടുംബ ജീവിതമല്ല. ഐ വാണ്ട് യുവർ ലൈഫ് ഫുള്ളി. എല്ലാവരോടും ദൈവം അങ്ങനെയൊന്നും പറയത്തില്ല. പക്ഷെ ആ സ്ത്രീയോട് അങ്ങനെ ചോദിച്ചു. അപ്പോൾ തന്നെ മീറ്റ് ചെയ്യാനായി ഒന്ന് ആലോചിച്ച് നോക്കണം, സമുദ്രം കടന്ന് യാത്ര ചെയ്തു വന്ന ആ പ്രത്യേക വ്യക്തിയോട് പറഞ്ഞു, നോ, ഐ വാണ്ട് ടു ഡു ഗോഡ്സ് വിൽ. വളരെ ദുഃഖിച്ചാണ് മനുഷ്യൻ മടങ്ങിപ്പോയത്. പക്ഷെ ഹി അണ്ടർസ്റ്റുഡ്, ഹി വാസ് എ ക്രിസ്ത്യൻ ടു. എനിക്ക് തോന്നുന്നു ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോ ഈ പാട്ട് അന്നില്ലായിരുന്നു. ആ സ്ത്രീ പാടിക്കാണും, എന്റെ സ്നേഹം കർത്താവേ നിനക്ക് മാത്രം, വേറെ ആരും അവരുമില്ല, എന്റേതെല്ലാം നിനക്ക് മാത്രം, എന്നെ മുറ്റും തരുന്നില്ല. ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ക്രൈസിസ് ആയിരുന്നു. പക്ഷെ ഇവിടെ ഇരിക്കുന്ന വിശ്വാസികളാണെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇത് പറയേണ്ടതായി വന്നിട്ടുണ്ട്. ടെംപ്റ്റ് ചെയ്യുന്ന, ആകർഷിക്കുന്ന, വലിച്ചുകൊണ്ട് പോകുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വന്ന് ദൈവത്തോടുള്ള സ്നേഹം വിട്ടുകളയാനും, കർത്താവേ നിന്നേക്കാൾ അധികമായി ഇതിനോടാണ് എന്റെ പറ്റുമാനം. ആ ധനവാനായ ചെറുപ്പക്കാരൻ ഓർക്കുന്നുണ്ടല്ലോ, കർത്താവ് പറഞ്ഞു നിനക്കൊരു കുറവേ ഉള്ളൂ. അങ്ങനെ പറയാൻ ഇടയായിട്ടുണ്ടോ? കർത്താവിനോട് അങ്ങനെ പറയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ ദൈവം വെച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹവും അനുഭവിക്കും. കർത്താവ് ഉയരത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ കഴിവെന്തോ ഉണ്ട്, താലെന്തെന്തോ ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ടോ, ഇതോ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇതൊന്നും നമ്മുടെ പെർഫോമൻസ് ഉണ്ടല്ലോ, പെർഫോമൻസ്. ദൈവം നമ്മുടെ പെർഫോമൻസിനെ അല്ല നോക്കുന്നത്. ഗോഡ് ഈസ് ലുക്കിംഗ് ഇൻ യുവർ ഹാർട്ട് ടു സീ ഇഫ് യു റിയലി ലവ് ഹിം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി കർത്താവ് നോക്കുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായി കാണണം, യെസ് ഹി ലവ്സ് മീ. മോറിയയുടെ മുകളിൽ അബ്രഹാം യാഗം കഴിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം ഉയരത്തിൽ എന്ന് പറഞ്ഞു, അബ്രഹാമേ നീ എന്നെ സ്നേഹിക്കും. ഐ നോ. അതെവിടെ അറിയുന്നതെന്ന് അറിയാമോ? കർത്താവ് മറ്റു കാര്യങ്ങളുമായി നമുക്ക് വെല്ലുവിളി വരുമ്പോൾ, ചില നേട്ടങ്ങൾ, ചില ലാഭങ്ങൾ, ചില ഉല്ലാസത്തിന്റെ വഴികൾ, ചില കൂട്ടുകെട്ടുകൾ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനേക്കാൾ അധികമായി നാം സ്നേഹിക്കാനായി നമ്മുടെ ഹൃദയത്തിൽ പ്രേരണ ഇങ്ങോട്ട് വരുമ്പോ അവിടെ വെട്ടിമുറിച്ചിട്ട് പറയും, കർത്താവ് ഇതൊക്കെ നല്ലതാണെങ്കിലും ഐ ലവ് യു മോർ ദാൻ എവരിതിങ്. അത് പറയാൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവിതത്തിന്റെ എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടാൻ കഴിയുന്ന ഒരു പാട്ടാണ്, ഐ ആം ഹിസ് ആൻഡ് ഹി ഈസ് മൈൻ. ഞാൻ അവൻ്റേത്, അവൻ എന്റേതാവും. കർത്താവ് നമ്മുടെ സ്നേഹം ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, doesn't he deserve our love? സ്നേഹത്തിന് അവൻ യോഗ്യനല്ലേ? ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ലോകത്തിൽ നാം കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികളെക്കാൾ എന്റെ യേശു സ്നേഹത്തിന് യോഗ്യനാണ്. മുടിയനായ പുത്രന്റെ കഥയിലെ മൂത്ത പുത്രനെ പോലെ അപ്പം പറയുന്ന എല്ലാം ചെയ്യും. വീട്ടിൽ നിന്ന് ദൂരെ പോയിട്ടില്ല. പക്ഷെ ഹൃദയത്തിനകത്ത് കിടക്കുന്നത് ഒരു കാളക്കുട്ടിയാണ്. അത് കിട്ടണം. അപ്പനോടുള്ള സ്നേഹമല്ല. ഈ ദൈവത്തോടുള്ള ബന്ധത്തിലും ഈ കാളക്കുട്ടിക്ക് വേണ്ടി പിതാവിന്റെ അടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. Just for little blessings, love the Father and live in his home. ഈ അപ്പനെ സ്നേഹിച്ച് അപ്പന്റെ വീട്ടിൽ സന്തോഷത്തോടെ വസിക്കണം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എങ്ങനെ അറിയാം? ദൈവത്തെ സ്നേഹിക്കുന്നവർ ദൈവവചനത്തെ സ്നേഹിക്കും. സംശയമുണ്ടോ?
വീട്ടിൽ പോയി 112 സങ്കീർത്തനം വായിച്ചാൽ മതി. ദൈവത്തിന്റെ ന്യായപ്രമാണം. We love the word. 2, we love God's people. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിന്റെ മക്കളെ സ്നേഹിക്കും. കർത്താവിന്റെ മക്കളെ സ്നേഹിക്കുക മാത്രമല്ല, കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് സന്തോഷമാണ്. അവരുടെ ഹൃദയത്തിന്റെ വാഞ്ച എന്നാന്നറിയാം? ടു ബി ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അപ്പൊ ഇന്ന് രാത്രി ശോധന ചെയ്യണം, നമ്മുടെ സ്നേഹം എങ്ങനെ ഇരിക്കുന്നു എന്ന് ശോധന ചെയ്യുക. മർക്കോസിന് സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ മേരി മറിയ കർത്താവിനെ സ്നേഹിച്ചതായി നാം കാണുന്നു. വെങ്കൽ ഭരണി പൊട്ടിച്ച അനുഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അവളുടെ സ്നേഹത്തിന്റെ 3 അളവുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. She was never ashamed to come out. നല്ല സ്നേഹമുണ്ട് ആ ആൾക്കൂട്ടത്തിനകത്തു നിന്ന് പുറത്ത് കർത്താവിന്റെ അടുത്ത് വരാൻ അവൾക്കൊരു ലജ്ജയില്ല. ഉണ്ടോ? ചിലരൊക്കെ നിൽക്കുന്നിടത്ത് നമ്മുടെ ക്രിസ്ത്യൻ കൺവിക്ഷൻ നമ്മൾ പറയത്തില്ല. അവിശ്വാസികളല്ല, വിശ്വാസികളുടെ ഇടയിൽ തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള കർത്താവിനോടുള്ള സ്നേഹമൊന്നും അത്ര നമ്മൾ അങ്ങോട്ട് പറയത്തില്ല. She was never ashamed. അവിടെ പരീശനായിരിക്കുന്നത്, ഭക്തനാവിടെ ഇരിക്കുന്നത്, ഒരു പേടിയില്ല. കാരണം അവൾ കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവർ കൊച്ചു ക്രിറ്റിസിസം കൊണ്ടൊന്നും പുറകോട്ട് പോകത്തില്ല. ചെറിയ വിമർശനത്തിന്റെ ഇടയിൽ ഓടാനായിരുന്നെങ്കിൽ അവൾ അന്നേരം അവിടെ ഓടണമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലാണ് എന്ന് എനിക്ക് തോന്നുന്നു, 13-ാമത്തെ അധ്യായത്തിലായിരിക്കും. ഒരു പാപിനിയായ സ്ത്രീ കർത്താവിന്റെ അടുക്കൽ വന്ന് കാൽ കഴുകി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഈ സ്ത്രീ ആരാണെന്ന് ഈ ഗുരു ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. അത്രയും വിമർശനം കേട്ടാൽ നമ്മൾ ഓടി ഒളിക്കും. വിമർശനം കൊണ്ടൊന്നും ഈ സ്ത്രീകൾ മാറി നിന്നില്ല. 3, വില പേശിയില്ല കർത്താവിനോട്. ഇതിന് പകുതി തരണോ? 10, വാസ്തവത്തിൽ 10% കൊടുത്താൽ മതി. ഒരു വെങ്കൽ ഭരണി മുഴുവൻ കൊടുക്കണം. 10%. ഒരു വിലപേശനമില്ല. Did not bargain with God. She said, I love you, Lord. കർത്താവ് സ്നേഹം ഡിസേർവ് ചെയ്യുന്നു. കർത്താവ് സ്നേഹത്തെ ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അബ്രഹാമിന്റെ ജീവിതം അങ്ങനെയല്ലയോ? ഗോഡ് ടെസ്റ്റ്. കുടുംബജീവിതമായി ജീവിക്കുന്നവർക്കൊക്കെ ഇപ്പൊ ഞാൻ പറയുന്നത് തമ്മിലുള്ള ബന്ധത്തിൽ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ശോധന ചെയ്ത് നോക്കും. ജോലിയാണോ, എന്നോടാണോ സ്നേഹം? ഇല്ലയോ? പുരുഷന്മാർ ചിന്തിക്കും മക്കളോടാണോ, എന്നോടാണോ? പ്രയോറിറ്റി പോകില്ലേ? യോജിപ്പിച്ചതിനാണ് ആദ്യ ബന്ധം, പിന്നെ ഉള്ളു പുറകെ വന്നു. ആറ്റ് ഗോഡ്സ് ഓർഡർ. അത് കീപ്പ് ചെയ്യാൻ ഒത്താൽ താഴെ ഉള്ളതുകൂടെ ശരിയായിക്കോളും. അത് സ്കിപ്പ് ചെയ്ത് താഴോട്ട് പോയാൽ മേളിലുള്ളതും പോകും. അതുകൊണ്ട് ദൈവത്തിന്റെ ഓർഡർ കീപ്പ് ചെയ്യണം. വേറെ സൈഡ് പോയിന്റ്. വേറെ പൈസയില്ല. ഡിഡ് നോട്ട് കൗണ്ട് ദ കോസ്റ്റ്. കർത്താവെ ഞാൻ സ്നേഹിക്കുന്നു. കർത്താവ് സ്നേഹം ആഗ്രഹിക്കുന്നു. കർത്താവ് സ്നേഹത്തെ ടെസ്റ്റ് ചെയ്യും. കർത്താവ് സ്നേഹിക്കുന്നു എന്ന് കണ്ടാൽ ഉടൻ കർത്താവ് പ്രതികരിക്കുകയും ചെയ്യും. വേദവസം വായിച്ചപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തോടുള്ള സ്നേഹം ആരെല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ടോ അന്നേരമേ കർത്താവ് പ്രതികരിച്ചിട്ടുണ്ട്. ഇത് പൊട്ടിച്ചങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞ ഉടനെ കർത്താവ് പറഞ്ഞു, അവൾ തന്നാൽ ആവത് ചെയ്തു. അത് അവക്ക് കൊടുത്താ കേട്ടോ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, നിത്യത വരെ. God always responds to true love. എന്തിനാ കർത്താവ് പ്രതികരിക്കുന്നതെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ലയോ? വാട്ട് ഇസ് ഗോഡ് റെസ്പോണ്ട്? കൊടുത്താലോക്കോ, ചെയ്താലോക്കോ, പ്രവർത്തിച്ചാലോക്കോ, ഇതെല്ലാം ചെയ്യും. ഇവരെല്ലാം ചെയ്തവരാ, പ്രവർത്തിച്ചവരാ, കർത്താവിന്റെ കാൽക്കലിരുന്നവരാ, പഠിച്ചവരാണ്. They did all these things. But what is God responding to? God is responding to love of our hearts. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യണം. കർത്താവെ, നിന്നെ സ്നേഹിക്കുന്നു. 3 കാര്യം വേഗത്തിൽ ഞാൻ പറഞ്ഞു മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആ സ്നേഹം പോകാതിരിക്കണമെങ്കിൽ
Feed that love. ആ സ്നേഹത്തെ പോഷിപ്പിക്കണം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. സ്നേഹത്തെ പോഷിപ്പിച്ചില്ലേ ആ സ്നേഹം കെട്ടണം. കാരണം മറ്റു സ്നേഹം വന്ന് കയറും. Feed that love. Also guard that love. ജീവിത പങ്കാളിയോടുള്ള സ്നേഹം എങ്ങനെയാ സൂക്ഷിക്കുന്നത്? വേറെ സ്നേഹം അകത്ത് വരാൻ അനുവദിക്കത്തില്ല. കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാ സൂക്ഷിക്കുന്നത്? ലോകസ്നേഹം അകത്ത് വരാതെ സൂക്ഷിക്കും. അന്യസ്നേഹം ഉള്ളിലേക്ക് വരാതെ സൂക്ഷിക്കും. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എല്ലാറ്റിലും അധികമായി സ്നേഹിക്കുന്നു. രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ലൈഫ് ഓഫ് ഫെയ്ത്ത്, ലൈഫ് ഓഫ് ട്രൂ ലവ്. ഒന്നുകൂടെ, കോൺസിക്രേഷൻ, ലൈഫ് കോൺസിക്രേഷൻ, സമർപ്പണം. ഈ വേദഭാഗം വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും, ആവർത്തിച്ച് വന്നൊരു വാചകമുണ്ട്: അനുസരിക്കണം, അനുസരിക്കണം, അനുസരിക്കണം. നമുക്കൊന്നും ഇഷ്ടമില്ലാത്ത വാക്ക്. നമ്മൾ പറയും പിള്ളേർക്ക് ഇഷ്ടമില്ല. പിള്ളേരെക്കാൾ ഇഷ്ടമില്ലാത്തത് പ്രായമുള്ളവർ. കാരണം എന്നാണെന്നറിയാം, മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ we don't like that word, obedience. കൽപ്പനകൾ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് ഞെട്ടിപ്പോവുക കേട്ടോ. കർത്താവിന്റെ പ്രമാണങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഹൃദയത്തിനകത്തൊരു വെമ്പലായി. ഇനി അടുത്തത് എന്താണ്? അതുകൊണ്ടാണ് ചിലരുടെ പ്രസംഗം കേൾക്കാത്തത്. കാരണം ഇനി കേട്ട് കഴിഞ്ഞാൽ ചെയ്തില്ലെങ്കിലോ? പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് സമർപ്പണം. 1 വാക്യം നോക്കിക്കാട്ടെ. നിന്നെ സ്നേഹിച്ച് നീ അവന്റെ പ്രമാണം, ചട്ടങ്ങളും വിധികളും കൽപ്പനകളും എല്ലാം ഇപ്പോഴും പ്രമാണിക്കണം. നീ അവനെ സ്നേഹിക്കും. ലവ് ഹിം ആൻഡ് ഒബേ ഹിം. 13 വാക്യം നോക്കിക്കാട്ടെ. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവനെ സേവിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന എൻ്റെ കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിക്കണം. സ്നേഹിക്കണം, അനുസരിക്കണം. സ്നേഹിക്കണം, അനുസരിക്കണം. കർത്താവ് പറഞ്ഞല്ലോ യോഹന്നാൻ 14:15, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. ഇഫ് യു ലവ് മീ യു വിൽ കീപ് മൈ കമാൻഡ്മെന്റ്സ്. എന്താണ് ദൈവവചനം പറയുന്നത്? 9 വാക്യം നോക്കി. എല്ലാ കൽപ്പനകളും. നെയ്റ്റ് സെയിന്റ് എന്ന് പറയുന്ന ദൈവദാസൻ മിഷണറി ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, obedience is not a momentary option but a die-cast decision. പരിഭാഷപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാം. പെട്ടെന്ന് ഒരു നിമിഷത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമല്ല ഒബീഡിയൻസ് എന്ന് പറയുന്ന ഓരോ കാര്യം വരുമ്പോൾ. ഇറ്റ്സ് എ die-cast decision. എന്നേക്കും എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ഓരോന്നോരോന്ന് വരുമ്പോൾ അനുസരിക്കണോ വേണ്ടായോ, അനുസരിക്കണോ വേണ്ടായോ, അനുസരിക്കണോ വേണ്ടായോ എന്നില്ല. ദാനിയേൽ മുന്നമേ തീരുമാനിച്ചതുപോലെ നമ്മൾ തീരുമാനിച്ചു. കർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് ഇനിയൊരു ഓപ്ഷൻ അല്ല. രണ്ടാമത്, ഓൾവേസ് ഓൾ ദ കമാൻഡ്മെന്റ്സ്. 1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു അവന്റെ പ്രമാണവും ചട്ടങ്ങളും കൽപ്പനകളും. അടുത്ത വാചകം ശ്രദ്ധിച്ചോണേ, എല്ലായ്പ്പോഴും അപ്ലൈ ചെയ്തോണം. എല്ലാ കൽപ്പനകളും എല്ലായ്പ്പോഴും. 13-22 വാക്യം നോക്കിക്കാട്ടെ. ജാഗ്രതയോടെ അനുസരിക്കുക. നമ്മൾ അനുസരിക്കുന്നത് എങ്ങനെയാണെന്നറിയാതെ വലിയ കെയർഫുൾ അല്ല, കെയർലെസ് ആണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു ജാഗ്രതയോടെ അനുസരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് അതാകും. എന്തുകൊണ്ടാണ് അനുസരിക്കുന്നത്? വേഗത്തിലൊന്ന് ചിന്തിക്കും. 4 കാരണം പറയാൻ ആഗ്രഹിക്കും. 3 കാര്യം. Why should we obey the Lord? അതിനൊരു ബ്ലെസ്സിംഗ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. 2-3 വാക്യം നോക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ശിക്ഷ, അവന്റെ മഹത്വം, അവന്റെ ബലമുള്ള കൈ, അവന്റെ നീട്ടിയ ഭുജം, അവൻ മിസ്രയീമിന്റെ മധ്യേ മിസ്രയീം രാജാവായ ഫറവോനോടും അവന്റെ സകല ദേശത്തോടും ചെയ്ത അവന്റെ അടയാളങ്ങൾ, അവന്റെ പ്രവൃത്തികൾ ഒക്കെ കണ്ടവരാണെന്നാണ് താഴോട്ട് പറഞ്ഞിട്ടുണ്ട്. യു ഹാവ് സീൻ എവറിത്തിങ്. അപ്പോൾ അവിടെ ഓർപ്പിക്കുക, നിങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ടോ? ഫറവോനോടും അവന്റെ സൈന്യത്തോടും ഒക്കെ ചെയ്തത് നിങ്ങൾ കണ്ടത് ഓർക്കുന്നുണ്ടോ? എന്താ ഓർപ്പിക്കുന്നതെന്നറിയാമോ? അനുസരിക്കാത്തവരുടെ മേൽ വരുന്ന ദൈവത്തിന്റെ കോപം എന്താണെന്ന് ഓർത്താൽ അനുസരിക്കും. പ്രോവർബ്സിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: the way of the
transgressor is hard. അതിക്രമക്കാരന്റെ വഴി ദുഷ്കരമാണ്. അത് പറവന് മാത്രമല്ല, ആർക്കായാലും. അപ്പോൾ ഇവിടെ അനുസരിക്കണമെന്നുള്ളതിന് നമ്മെ പ്രോംപ്റ്റ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? അനുസരണക്കേടിന്റെ ഫലം നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കോണം. ഇന്ന് രാത്രി അത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ ശാസന കേട്ടിട്ട് ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ, we must remember the wrath of God on all those who were disobedient. ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടാത്ത എല്ലാവരുടെ മേലും വന്ന ദൈവത്തിന്റെ ന്യായവിധി എത്ര വലുതാണ് എന്നുള്ളതോണ്ട് ഇൻസ്പിറേഷനാണ് അനുസരിക്കാൻ. ന്യായമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും അനുസരിക്കാൻ. 2, ദൈവം ദാഥാനോടും അബീരാമിനോടും ചെയ്തത് അവിടെ പറഞ്ഞിട്ടുണ്ട്. താഴോട്ടുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദാഥാനോടും അബീരാമിനോടും ഭൂമി വായ് പിളർന്നത് 6-7 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രീസ്റ്റ് ലേവൈറ്റ്സ് അവര് മത്സരിച്ചു മോശയോടും അഹരോനോടും ഒക്കെ. മത്സരികൾക്ക് ലഭിച്ചത് എന്താണ്? വിശ്വാസികളാണെങ്കിലും ദൈവ വഴി വിട്ടാൽ ദൈവത്തിന്റെ ഭാരശിക്ഷ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതാണ് അതിന്റെ അർത്ഥം. Remember the wrath of God, remember the chastisement of the Lord. കർത്താവിനെ അറിയുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല, ചെയ്യാൻ ദൈവം വിടത്തുമില്ല. നമ്മെ ദൈവം നന്നായി ബാലശിക്ഷ നൽകി കർത്താവുമായി ബന്ധത്തിൽ വന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നന്നായി ബാലശിക്ഷ നൽകി നമ്മെ തിരിച്ച് യഥാസ്ഥാനപ്പെടുത്തും. അപ്പോൾ അനുസരിക്കാനായി നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാമത്തെ ഘടകം അനുസരണക്കേടിന്റെ മേൽ ന്യായവിധിയുണ്ട്. 2, അനുസരിക്കാതെ ഇരുന്നാൽ നാം വിശ്വാസികളാണെങ്കിൽ പോലും നമ്മുടെ മേൽ വരുന്ന ബാലശിക്ഷയുണ്ട് എന്ന് ഓർമ്മിച്ചു. 3 നോക്കാട്ടെ. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 22-23 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ ശ്രദ്ധിക്കണം. ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ലവ് ഹിം ചെയ്താൽ യഹോവ ഈ ജാതികളെ എല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. അപ്പൊ ഇവര് നീക്കപ്പെടണമെങ്കിൽ, ഈ നമ്മുടെ എതിരായി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഈവിൾ നീക്കപ്പെടണമെങ്കിൽ, ദുഷ്ടത നീക്കപ്പെടണമെങ്കിൽ എന്ത് നടക്കണം? കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ അനുസരിക്കണം. അപ്പൊ ഒബീഡിയൻസിന് ഒരു ആവശ്യകതയുണ്ട്. എന്താണെന്നറിയോ? അല്ലെങ്കിൽ ഈ ജാതികളെല്ലാം ഇതിനകത്ത് കിടക്കും. ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നോക്കിക്കോണം. അനുസരിക്കാത്ത സമയത്തെല്ലാം ഈ ജാതികൾ അവരുടെ ഇടയിൽ പാർത്തിരുന്നു. പാർത്തിരിക്കുന്നിടത്തോളം കാലം അവർ ആഗ്രഹിക്കുന്നത് പോലെ വിശാലതയിൽ ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അബണ്ടന്റ് ലൈഫ്, സമൃദ്ധിയായ ജീവിതം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ we must get rid of all this evil from our life. ഞാനൊരു വാക്കിൽ പറയാം, വിജയകരമായ ഒരു ജീവിതം. കണ്ടിന്യൂസ് ആയി തോൽപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും കുടികൊള്ളുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തെ സ്നേഹിക്കുന്നില്ല, ദൈവത്തെ അനുസരിക്കുന്നില്ല. ഞാനിതൊന്ന് ഒരു ഫിഗറേറ്റീവായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കും. 1 ഏക്കർ വസ്തു ഉണ്ടെന്ന് വിചാരിച്ചു. വലിയ സന്തോഷം, 1 ഏക്കർ വസ്തു. പക്ഷെ 10 കുടികിടപ്പുകാരുണ്ട് അവിടെ. പറയുന്നത് എന്നാന്നറിയാമോ? 1 ഏക്കർ വസ്തു ഉണ്ട്, പക്ഷെ അതിനകത്ത് താമസിക്കുന്ന 10 കൂട്ടരും ഉണ്ട്. വസ്തു ഉണ്ടോ? ഉണ്ട്. അനുഭവിക്കാൻ ഒക്കുവോ? ഇല്ല. ചിലർക്ക് 10 ഇല്ല, ചിലത് 1 ഉള്ളൂ. പക്ഷെ ആ 1 ആ നടുഭാഗത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അതിന് മുഴുവൻ പോയി. കുടികിടപ്പില്ലാതെ ജീവിതം ഫ്രീ ആകണമെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് അനേകരുടെ ജീവിതത്തിൽ ട്രൂ ആണ്. ജീവിതത്തിൽ അത് ഇപ്പോഴും കുടികിടക്കുന്നു. You know, it remains in your life. You don't enjoy the freedom. അത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ സ്നേഹിക്കണം, കർത്താവിനെ അനുസരിക്കണം. ആത്മീക ജീവനിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞതുപോലെ, മുമ്പേ പറഞ്ഞതുപോലെ, ദൈവകൃപ മുഴുവനായിട്ട് അങ്ങോട്ട് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ദൈവത്തോട് പറയുന്ന 2 കാര്യം. കർത്താവ്, ഞാൻ നിന്നെ എല്ലാറ്റിലും അധികമായി
എന്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവിയില്ല. യേശു മതി, നിന്റെ സ്നേഹം മതി, നിന്റെ ക്രൂശ് മതി എനിക്ക്. യേശു മതി, നിന്റെ ഹിതം മതി. അത് പറഞ്ഞു കഴിയുമ്പോൾ ജീവിതത്തിന്റെ ഒരു ജയമാണ്. സന്തോഷകരമായ ജീവിതത്തിന്റെ ബേസിക് എലിമെന്റ് ഞാൻ പറയാം. When you have victory in your life, you will be a very happy man, happy person. പരാജയപ്പെട്ടിട്ട് ചിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ചിരിക്കാനൊക്കത്തില്ല. അതിനാണ് അവിടെ ഇവിടെ എല്ലാം പോയി സന്തോഷിക്കാൻ ശ്രമിക്കുന്നത്. അത് പുറത്തൂടുള്ള സന്തോഷമാണ്. അകത്ത് സന്തോഷം വരണമെങ്കിൽ വിജയകരമായി ജീവിക്കണം. വിജയകരമായി ജീവിക്കണമെങ്കിൽ കർത്താവിന് സ്നേഹം മുഴുവൻ കൊടുക്കണം, കർത്താവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കണം. 25-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും നിൽക്കത്തില്ല. നല്ല പ്രോമിസ് ആയില്ലയോ? ചിലരൊക്കെ ചിന്തിച്ച് അതാണ് എനിക്ക് വേണ്ടി, നാളെ അങ്ങോട്ട് ആഫീസിലോട്ട് പോകണം ഇല്ലയോ? ദോഷശക്തി ഒന്നും നിൽക്കത്തില്ല. ദൈവത്തിന്റെ ഈ ഗ്ലാമർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇല്ലയോ? ഭക്തൻ ദൈവത്തിന്റെ കൃപയിൽ ജീവിച്ചാൽ അവന് ആത്മീയതയുടെ ഒരു ഗ്ലാമറുണ്ട്. കഴിവും ശക്തിയും കൊണ്ടൊന്നുമല്ല. അതുകൊണ്ടല്ലയോ ഫിന്നി ഒരു 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 വ്യവസായശാലയെ കൂടെ നടന്നു പോയത്. കയറിയപ്പോൾ അവിടെ വേറെ ചെയ്തുകൊണ്ടിരുന്ന മേ ബി ടീനേജ് ഗേൾസ് കളിയാക്കാൻ തുടങ്ങി. ഉപദേശിക്കോ അവർക്ക് ഇതെല്ലാം കിട്ടും, വെളിച്ചം കളിയാക്കാൻ തുടങ്ങി. പക്ഷെ അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞില്ല. ശാന്തമായി വ്യവസായശാലയെ കൂടെ നടന്നതേ ഉള്ളൂ. എക്സിറ്റ് ചെയ്യുന്നതിന് മുമ്പേ കൂട്ടക്കരത്തിൽ വന്നു. കാരണം എന്നാന്നറിയാമോ? ദൈവത്തെ സ്നേഹിച്ച് ദൈവഭക്തികൾ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒന്നും നിൽക്കത്തില്ല, ഒന്നും നിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഭക്ത് സിംഗിന്റെ ഒരു ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിശ്വാസം ഇറ്റ് ഈസ് വെരി റെലവെന്റ് നൗ. ഭക്തനായിരുന്നു. ഭാഗ്യവശാൽ എനിക്കും അദ്ദേഹത്തെ ഒന്ന് അടുത്ത് കാണാനിടയായി. എൻ്റെ ഒരു കസിൻ്റെ കൂടെ യാത്ര ചെയ്യാനിടയായതുകൊണ്ട് ഒരു രാത്രി അവിടെ താമസിക്കാനും അദ്ദേഹത്തെ ഒന്ന് കാണാനും എനിക്കിടയായി. അദ്ദേഹം രോഗിയായി കിടന്ന സമയത്ത് ഹൈദരാബാദിൽ അതിൻ്റെ ക്രൂഷ്യൽ ലാൻഡ്, നല്ല പട്ടണത്തിലെ നല്ല ലാൻഡ് അവരുടെ, അത് ഗവൺമെന്റിന് കിട്ടിയാൽ കൊള്ളാം. ചീഫ് മിനിസ്റ്റർ NT രാമറാവു നേരിട്ട് വന്നു. ഒരു ഭക്തനാണെന്നറിയാം. അവർക്കൊക്കെ ദൈവഭയം ഉണ്ടല്ലോ, നമുക്കാണല്ലോ ദൈവഭയം ഇല്ല. ദൈവഭയം ഒരു വന്ന അദ്ദേഹത്തെ കണ്ടേച്ച് പറഞ്ഞു, ഇത് ക്രൂഷ്യൽ ലാൻഡ്, വിൽ ഗിവ് യു ലാൻഡ് എൽസ്വെയർ, നല്ല ലാൻഡ് തരാം, ഇത് ഗവൺമെന്റിന് കിട്ടിയാൽ കൊള്ളാം. അദ്ദേഹം ക്ഷീണിതനായി കിടക്കുകയായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, വളരെ ബഹുമാനത്തോടെ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, ദിസ് ഈസ് ഗോഡ്സ് ലാൻഡ് ആൻഡ് ഗോഡ്സ് പ്രോപ്പർട്ടി, ഡോണ്ട് യു എവർ ടച്ച് ഇറ്റ്. കണ്ടു നിന്ന വ്യക്തി പറഞ്ഞു, കൈകൂപ്പി അദ്ദേഹം തിരിഞ്ഞു നടന്നില്ല, ഡോർ വരെ പുറകോട്ട് നടന്നു. കാരണം എന്നാന്നറിയോ? ദൈവഭക്തിക്ക് ഒരു ഗ്ലാമറുണ്ട്, ഒരു ശക്തിയുണ്ട്. കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുന്നില്ല, അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ കോപം, ബാലശിക്ഷ, കുടികിടപ്പുകാർ. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് അനേക ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കും. ലിവിങ് എ ക്രിസ്ത്യൻ ലൈഫ് but with so many tenants in your spiritual property. പലരുണ്ട്. അത് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ കർത്താവിനെ പൂർണ്ണമായിട്ട് ഇന്ന് അനുസരിക്കണം. യേശു മതിയെന്ന് പറയണം. എന്റെ സ്നേഹം നിനക്ക് മാത്രമെന്ന് പറയണം. കർത്താവ് അനുഗ്രഹിക്കും. ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ the favor of God. അതാണ് നാം 20-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ആകാശം ഭൂമിക്ക് മീതെ ഉള്ള കാലത്തോളം, അത് തന്നെ നല്ല വാക്യമാണ്. ബട്ട് ഡേയ്സ് ഓഫ് ഹെവൻ അപ്പോൺ എർത്ത്, ഭൂമിയിൽ സ്വർഗതുല്യമായ ജീവിതം. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചോട്ടെ, ദ ഫേവർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഫേവർ
ഇത് കൂടുതൽ വല്ലതും വേണം? കർത്താവ് പറയാണ്, heaven is open for you. ആരാധിച്ച ഭക്തന് മീതെ സ്വർഗം തുറന്നിട്ടുണ്ട്. കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായവന്റെ മീതെ സ്വർഗം തുറന്നിട്ടുണ്ട്. മുഴുവനായി തനിക്കുള്ളതെല്ലാം തന്റെ മകനെയും കൂടെ അർപ്പിച്ചവന്റെ മീതെ സ്വർഗം തുറന്നിട്ടുണ്ട്. അന്ന് മാത്രമല്ല, ഇന്നും തുറക്കും. ദൈവത്തിനൊരാഗ്രഹമുണ്ട്, ലിവ് അണ്ടർ ഓപ്പൺ ഹെവൻ. തുറന്ന സ്വർഗത്തിന്റെ കീഴിൽ ജീവിക്കണം വിശ്വാസികൾ. ലിവ് അണ്ടർ ദ ഫേവർ ഓഫ് ഗോഡ്, ഡേയ്സ് ഓഫ് ഹെവൻ അപ്പോൺ എർത്ത്. മുൻമഴയും പിന്മഴയും അനുഭവിക്കുന്ന അനുഭവം കർത്താവ് നമുക്ക് തരാനായി ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കുന്നു. അനുസരിക്കുമോ പൂർണ്ണമായി? എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ അനേകർക്ക്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ സമൃദ്ധി അനുഭവിപ്പാനായി കഴിയുന്നു. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞു, ആ പാട്ട് പാടിയപ്പോൾ, യേശു മതി എന്ന് പറഞ്ഞപ്പോൾ, ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു, ജീവിത ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. യേശു മതി. എത്ര മനോഹരമില്ലയോ? ഇവിടെ ഇരിക്കുന്ന ആ ദൈവമക്കൾ പറയണം, കർത്താവേ, ഐ ഡിസയർ ഇറ്റ്. ഞാനത് ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ലിവിങ് അണ്ടർ ഓപ്പൺ ഹെവൻ. കർത്താവെ, നിന്നെ സ്നേഹിക്കുവാൻ, എല്ലാറ്റിലും അധികമായി നിന്നെ സ്നേഹിക്കുവാൻ, പൂർണ്ണമായി നിന്നെ അനുസരിക്കുവാൻ, വിശ്വാസ ജീവിതം ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് മുഖപക്ഷമില്ല. അബ്രഹാമിന് കൊടുത്തതുപോലെ, സ്തേഫാനോസിന് കൊടുത്തതുപോലെ, ദാവീദിന് കൊടുത്തതുപോലെ, അബ്രഹാമിന് കൊടുത്തതുപോലെ, പൂർവ്വവിശുദ്ധന്മാർക്ക് കൊടുത്തതുപോലെ, സാധാരണക്കാരായ പത്രോസിന്റെ യോഹന്നാന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നതുപോലെ നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഈ നല്ല ദേശം, ഹെവൻസ് ഗിഫ്റ്റ്, ഹെവൻസ് കെയർ, ഹെവൻസ് പ്രൊട്ടക്ഷൻ, സ്വർഗത്തിന്റെ ദാനം, സ്വർഗം കരുതുന്നത്, സ്വർഗം സൂക്ഷിക്കുന്നത് എനിക്കും നിങ്ങൾക്കും തലമുറയ്ക്കും തരാൻ ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് ഉടമ്പടിയുടെ ദൈവമാണ്. അത് തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് വിട്ടേച്ച് നഷ്ടപ്പെടുത്തി സങ്കടപ്പെടുവാൻ ഇടയാകരുത്. കുടികിടപ്പുകൾ ഇന്ന് ഇറക്കണം. സീക്രട്ട് നമ്മുടെ കയ്യിലാണ്. God has given you the land. Remove it. ആ വാക്ക് പറഞ്ഞപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്കറിയാം എന്തൊക്കെയാണ്. ദൈവത്തോട് പറഞ്ഞാൽ മതി, കർത്താവേ, എന്റെ സ്നേഹം നിനക്ക് മാത്രം, nothing else. അതെന്ത് കോസ്റ്റ് വന്നാലും അത് കൊടുക്കാൻ തയ്യാറാവണം. ആരോ ഒരാൾ പറഞ്ഞു, ഒബീഡിയൻസ് ഈസ് കോസ്റ്റ്ലി. ഒരു വാക്കോടെ ഞാൻ അതിനോട്, വാചകം ഞാൻ അതിനോട് ചേർക്കും, ഡിസൊബീഡിയൻസ് ഈസ് മോർ കോസ്റ്റ്ലി. അനുസരണക്കേട് അതിനേക്കാൾ വില കൊടുക്കേണ്ടി വരും. കർത്താവുമായുള്ള ബന്ധത്തിൽ ദൈവവചനം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കും, അയ്യോ, ഇതൊക്കെ വലിയ ചെലവാണല്ലോ. ഈ ചെലവ് ചെയ്യാതെ ജീവിച്ചാൽ ജീവിതത്തിലും കുടുംബത്തിലും തലമുറയിലും അധികം ചെലവ് ചെയ്യേണ്ടി വരും. ഇന്ന് കർത്താവ് പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറായ ഡേയ്സ് ഓഫ് ഹെവൻ അപ്പോൺ എർത്ത്. ഗുരു വന്നിട്ടുണ്ട്. ഗുരു വന്നിട്ടുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ ഒന്ന് ആഗ്രഹിച്ചുകൊണ്ട് പോകണം, കർത്താവ്, ആ നിറഞ്ഞു കവിയുന്ന ജീവിതം എനിക്ക് നീ തരണം. കർത്താവ് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട ഒരു കാര്യം ഞാൻ ഓർക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്ന കാര്യം, ദൈവവുമായുള്ള ബന്ധത്തിൽ അനുസരിക്കേണ്ടതായ ഒരു മേഖല. ഞാനൊരു പ്രൊഫഷനിലിരിക്കുകയാണ്, ഒരു സ്റ്റേഷന്റെ ചുമതലയിലിരിക്കുകയാണ്. ഒരു വാഹനത്തിൽ എന്നെ ഉദ്യോഗസ്ഥൻ തന്നെ എന്നെ കൊണ്ടുപോവുകയാണ്. പക്ഷെ ഞാൻ പോകുന്ന വഴിയിൽ കർത്താവ് എന്നോട് ഹൃദയത്തിൽ സംസാരിച്ചു. ആ കാറിൽ ഇരുന്നോണ്ട് ഞാൻ സമർപ്പിച്ചു.
അനേകർ എന്നോട് ചോദിക്കും, ആത്മനിറവുണ്ടായിട്ടല്ല അനുഭവങ്ങളുണ്ടോ? എനിക്കറിയാം. കൊളംബോയിൽ നിന്ന് വടക്ക് കുട്ടളം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ ആത്മാവിനെ പകർന്നൊരു കർത്താവുണ്ട്. സീക്രട്ട് ഒന്നുമല്ല, അതിനൊരു പ്രത്യേക ടെക്നോളജി ഒന്നും എൻ്റെ കയ്യിലില്ല, ആരുടെയും കയ്യിലില്ല. ലവ് ദ ലോർഡ്, ലവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്. ഇന്നിവിടെ നിന്ന് പറയാനായിട്ട് കഴിയണം, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പാടും, സഹോദരങ്ങൾ പാടുക. ഞാൻ ഇന്ന് രാത്രി സമർപ്പണത്തിന് അവസരം, എൻ്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും, എൻ്റെതെല്ലാം നിനക്ക് മാത്രം. എന്നെ മുറ്റും. ദൈവം ഒരുക്കിയൊരു ദിവസമാണ്. ചിലർക്കൊക്കെ പഴയ ആ ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ, പഴയ സന്തോഷത്തിലേക്ക് മടങ്ങി വരാൻ, പഴയ കൃപയിലേക്ക് മടങ്ങി വരാൻ, പഴയ ശക്തിയിലേക്ക് മടങ്ങി വരാൻ. ചിലരൊക്കെ ഇന്ന് രാത്രി അത് കേട്ടിട്ടുണ്ട്, കർത്താവേ അങ്ങനാണോ ജീവിതം? അങ്ങനെ ഒരു ജീവിതം ഉണ്ട്, വേണമല്ലോ കർത്താവേ. കുടുംബത്തിലും ജീവിതത്തിലും തലമുറയിലും തരാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പാടാനായിട്ട് പോവുകയാണ്. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, എന്നെ മുറ്റും തരുന്നു കർത്താവേ. എന്നെ മുറ്റും നിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുന്നു, ഞാൻ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തലയിലെ ഉണക്കിക്കാട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സഹോദരങ്ങൾ പാടാനായിട്ട് ഒരുങ്ങുകയാണ്. എവ്രി ഐസ് ക്ലോസ്ഡ്. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയേണ്ടതൊന്നു മാത്രം, ലോർഡ് ജീസസ്, ഐ ലവ് യു with all of my heart. ഹല്ലേലൂയ. അനുസരിക്കുന്നു കർത്താവേ, കീഴ്പ്പെടുന്നു കർത്താവേ. എൻ്റെ ജീവിതത്തിനകത്തെ കുടിയെടുപ്പുക പലതും ഒഴിയണം കർത്താവേ. നിറഞ്ഞു കവിയുന്നൊരു ജീവിതം ഉണ്ടല്ലോ കർത്താവേ. ഒരു ശത്രുവും നിന്റെ മുമ്പിൽ നിൽക്കാതെ വന്നു തേജസ്സുള്ളൊരു ജീവിതമുണ്ടല്ലോ, ആത്മീക ശക്തിയുള്ളൊരു ജീവിതമുണ്ടല്ലോ, ബാലിന് മുട്ടുമടക്കാത്തൊരു ജീവിതമുണ്ടല്ലോ, തീ ഇറക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ, യാഗപീഠത്തെ ദഹിപ്പിക്കുന്ന ഒരു ജീവിതമുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ലോകത്തിന്റെ മുമ്പിൽ ഒരു അത്ഭുതമായി ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലപ്പ. ആ ജീവിതം ഞങ്ങൾക്ക് തരണേ കർത്താവേ. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. ആ കോറസ് പാടി നിർത്തും. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. അടുത്ത ചരണം പാടുന്നതിന് മുമ്പേ ഓൾട്ടർ കോൾ തരാൻ പോവുകയാണ്. യെസ് ലോർഡ്. അനേകരുടെ ചരിത്രം കേട്ടല്ലോ. കർത്താവേ, എൻ്റെ ജീവിതം അങ്ങനെ നിറഞ്ഞു ജീവിക്കണം. ആകാശം ഭൂമിക്ക് മീതെ ഉള്ള കാലത്തോളം, ഡേയ്സ് ഓഫ് ഹെവൻ അപ്പോൺ എർത്ത്, കർത്താവേ, എൻ്റെ ഹൃദയം അങ്ങനെ ആയിരിക്കണം, എൻ്റെ ശരീരം അങ്ങനെ ആയിരിക്കണം, എൻ്റെ ഭവനം അങ്ങനെ ആയിരിക്കണം, എൻ്റെ ചുറ്റുപാട് അങ്ങനെ ആയിരിക്കണം കർത്താവേ. കുടികിടപ്പുള്ളൊരു ജീവിതം എനിക്ക് വേണ്ട കർത്താവേ. സ്വാതന്ത്ര്യമുള്ളൊരു ജീവിതം തന്നെ കർത്താവേ. എൻ്റെതെല്ലാം എന്നെ മുറ്റും തരുന്ന കർത്താവേ. സമർപ്പിക്കാനായിട്ട് പോവുകയാണ്.
ആദ്യത്തെ ചരണം തന്നെയാണ് പാടാൻ പോകുന്നത്. പ്രാണപ്രിയ യേശുനാഥ, യു ഡിസേർവ് മൈ ലവ്, ഐ ഗിവ് യു മൈ ലവ്. പകുതിയല്ല, മുക്കാലല്ല, എന്റെ സ്നേഹം നിനക്ക് മാത്രം. എന്റെ കുടുംബം രണ്ടാമതാണ്, എന്റെ ജീവിത പങ്കാളി രണ്ടാമതാണ്, എന്റെ ജോലി രണ്ടാമതാണ്. You get the priority. You are first. Hallelujah. Hallelujah. ഞാൻ തീരുമാനിക്കുന്നു കർത്താവേ, ഞാൻ തീരുമാനിക്കുന്നു കർത്താവേ, ഞാൻ തീരുമാനിക്കുന്നു. This is my life. ഇതാണ് എന്റെ ജീവിതം. അങ്ങനെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. അതിനായി സമർപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർ എഴുന്നേറ്റ് നിന്നു. എനിക്കറിയാം ഒരല്പസമയം മുന്നോട്ട് പോകുമെങ്കിലും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. Thank you. Hallelujah. Lord bless you. Lord bless you. കരുതൽ, സ്വർഗത്തിന്റെ സൂക്ഷിപ്പ്, ഈ ഭൂമിയിൽ തന്നെ സ്വർഗത്തിന്റെ അനുഭവം അനുഭവിച്ച് ജീവിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി ജീവിതത്തിന്റെ ചില കുടിയെടുപ്പുകൾ ഇറക്കി വിടാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇതിന് നടുവിലുണ്ടെങ്കിൽ അത് കോസ്റ്റ് നോക്കാതെ, വില നോക്കാതെ അതിനോട് യാത്ര പറയാൻ ഇന്ന് രാത്രി കൃപ കൊടുക്കണേ കർത്താവേ. അവരുടെ സ്നേഹം നിനക്ക് മാത്രം, നിനക്ക് മാത്രമെന്ന് പറയുവാൻ നീ സഹായിക്കണേ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജീവിതം വേണം. ഈ പട്ടണത്തിൽ അങ്ങനെ ജീവിക്കട്ടെ, ഹൂസ്റ്റണിൽ അങ്ങനെ ജീവിക്കട്ടെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അങ്ങനെ ജീവിക്കട്ടെ കർത്താവെ. ഞങ്ങളെ കാണുമ്പോൾ ആത്മീകന്റെ ഗ്ലാമർ തന്നെ, ഒരു ആത്മീകന്റെ ഗ്ലാമർ ഞങ്ങളിൽ വരട്ടെ കർത്താവെ. ഹല്ലേലൂയ. ആ ശക്തി ഞങ്ങൾക്ക് തരുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി ഞങ്ങൾ പോകുന്നു. ഈ ചിന്ത ഞങ്ങളെ ഭരിക്കണേ കർത്താവെ. പുറകോട്ട് പോകാൻ അനുവദിക്കല്ലേ കർത്താവേ. ശത്രു ഇത് കൊത്തിക്കൊണ്ടുപോകാൻ ഇടയാക്കല്ലേ. മുള്ളിനിടയിൽ വീഴാൻ അനുവദിക്കല്ലേ കർത്താവേ. ഇത് ഫലം കായ്ക്കുവാൻ ഇടയാക്കണമേ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ.